ഹായ് ഫ്രണ്ട്സ്, ചുള്ളി വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ബീഫ് വിന്ദാലു ആണ്. പണ്ടൊക്കെ അമ്മമാർ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് നമ്മളിതിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ മസാലക്കൂട്ട് റെഡിയാക്കണം. അതിനെ നമുക്ക് ആവശ്യമുള്ള മസാലക്കൂട്ടൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. പൊടിച്ചെടുക്കാനുള്ള എളുപ്പത്തിനാണ് നമ്മളിത് ചൂടാക്കുന്നത്. ഇതിനായിട്ട് 3 കറുകപ്പട്ട, 8 ഏലക്ക, ഒരു 6 ഗ്രാമ്പു, ഒരു തക്കോലം, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 കഷ്ണം ജാതിപത്രി, ഇത്ര നമുക്ക് പതുക്കെ ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 2.5 ടേബിൾ സ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് പതുക്കെ ചൂടാക്കിയിട്ട് നമുക്കിതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി മുറിച്ചതും, 8 അല്ലി വെളുത്തുള്ളി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 3 ടേബിൾ സ്പൂൺ വിനാഗിരി, ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് അടിച്ചെടുക്കാം. ഇത് നല്ലോണം കുഴമ്പ് പോലെ ആയിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിന്ദാലുവിൻ്റെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 കിലോ ബീഫും നമ്മളിവിടെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. സവാള വഴറ്റാനുള്ള വെളിച്ചെണ്ണയാണ് വേണ്ടത്. ഒരു 3 സവാളയാണ് ഇവിടെ അരിഞ്ഞെടുത്തേക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനകത്ത്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. തക്കാളി ശരിക്കും വഴറ്റി ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വിന്ദാലുവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മുരിങ്ങയുടെ തൊലി. ഇത് മുരിങ്ങയുടെ തൊലി ചീകി 1 ഇഞ്ച് നീളത്തിൽ കഷ്ണങ്ങളാക്കിയതാണ്. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ കഴുകി വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ബീഫിൽ നല്ലോണം വെള്ളം ഉണ്ടാവും. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കാം. നമ്മളിവിടെ 4 വിസിലേ കേൾപ്പിക്കുന്നുള്ളൂ. ഇതിൻ്റെ വേവ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ 4 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം അല്പം കൂടി ഒന്ന് വറ്റിച്ചെടുത്താൽ നമ്മുടെ വിന്ദാലു റെഡിയാവും. നമുക്ക് ഈ കുക്കറിൽ തന്നെ വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് വിന്ദാലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്